വിവിധ ജില്ലകളിൽ പത്രിക സമർപ്പിച്ചത് അർജുൻ മട്ടന്നൂർ. കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനുമെതിരെ വിമർശനം ഉന്നയിച്ചും സംസ്ഥാനത്തെ വിവാദ വിഷയങ്ങളിൽ മൗനം തുടർന്നും മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയ UDF എംപിമാർ കേരളത്തോട് നീതി കാണിച്ചില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എത്ര ശ്രമിച്ചാലും കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര ഗവൺമെൻറ് BJPയുടെ നേതൃത്വത്തിൽ മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫലമെന്താ? കോടാനുകോടി ജനങ്ങൾ ആശങ്കയിലും ഭീതിയിലും കഴിയുന്നു. ഇതേവരെ തലമുറകളായി ഇവിടെ ജീവിച്ചു വന്നവരാണ് അവർ. ഇനി ജീവിക്കാനാകുമോ എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്തുണ്ടായിരിക്കും. ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായി നീതിന്യായ വ്യവസ്ഥയാകെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ. നരേന്ദ്രമോദി അത്തരത്തിൽ പരാജയപ്പെടാൻ ഇടയില്ലയാളല്ല എന്ന പ്രചരണവും അഴിച്ചുവിടുകയാണ്. പൗരത്വ ഭേദഗതി നിയമ വിഷയത്തിൽ നട്ടാൽ കുരുക്കാത്ത നുണ മുഖ്യമന്ത്രി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചത് പരസ്യ പ്രചാരണത്തിനല്ല, കള്ളപ്രചാരണത്തിനാണെന്നും സതീശൻ പരിഹസിച്ചു. അത് മുഴുവൻ പച്ചക്കള്ളമാണ്, നട്ടാ കുരുക്കാത്ത നുണയാണെന്ന് ഞാൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി CAA ബില്ല് പാർലമെന്റിൽ വരുമ്പോൾ വിദേശത്തായിരുന്നു എന്ന് പറയുന്നത്. എല്ലാ UDF എംപിമാരും വന്ന്, രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ എംപിമാർ എല്ലാവരും വന്ന് പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ രേഖ പാർലമെന്റിൽ രേഖയുണ്ട്. എന്നിട്ട് ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പച്ചക്കള്ളം പറയുകയാണെങ്കിൽ കള്ളപ്രചരണം ഇന്നു മുതൽ ആരംഭിച്ചു എന്ന് പറഞ്ഞിരിക്കും നല്ലത്, കുറച്ചുകൂടി എളുപ്പം. അല്ലമീൻ തൂട്ടുമുക്കുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അല്ലമീൻ, ഇതിപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. പൗരത്വ ഭേദഗതി നിയമം, സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങൾ, പലവിധ പോയിന്റുകൾ അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ ഒരു ക്യാമ്പയിൻ പോയിന്റ് സെറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? അതിൽ ഭരണപക്ഷവും മുഖ്യമന്ത്രിയും ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള പാലമായി കാണുന്നത് പൗരത്വ ഭേദഗതി നിയമവും അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും അതിൽ ഓരോ മുന്നണിയും സ്വീകരിച്ച നിലപാടുകളുമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അതിലൂടെ സംസ്ഥാനത്തെ സർക്കാരിനെതിരായിട്ടുള്ള മറ്റു വിഷയങ്ങൾ മറികടക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമുള്ളത്. പക്ഷേ അത് കൃത്യമായ ഒരു ചൂണ്ടയാണ്, ഒരു ട്രാപ്പാണ് എന്ന് പ്രതിപക്ഷം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ മാത്രം തങ്ങൾ ഒതുങ്ങി നിൽക്കില്ല. മാസപ്പടി ഉൾപ്പെടെ, സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷവും പറയുന്നു. ഏതായാലും ഈ വിഷയങ്ങളിൽ വാക്പോരും ആരോപണ പ്രത്യാരോപണങ്ങളും തുടരുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ ആരാണ് കൂടുതൽ ആത്മാർത്ഥതയോടെ ഇടപെട്ടത് എന്നത് തെളിയിക്കാനുള്ള ഒരു ഉരകല്ലായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം രംഗം മാറുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഏതായാലും മുഖ്യമന്ത്രി ഇന്നിപ്പോൾ അദ്ദേഹം നേരിട്ടിറങ്ങിയുള്ള പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രചരണത്തിൽ മുഖ്യമന്ത്രി പ്രധാനമായും കേന്ദ്രീകരിച്ചത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം. അത് പൗരത്വ ഭേദഗതി നിയമമാകട്ടെ, രാജ്യത്തെ ജനാധിപത്യ മതേതര നിയമവ്യവസ്ഥകൾ തച്ചു തകർക്കുന്നതിൽ കേന്ദ്രം നടത്തുന്ന ഇടപെടലുകളാകട്ടെ, സാമ്പത്തിക പ്രതിസന്ധിയാകട്ടെ, സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടികളാകട്ടെ, അതിലൂന്നിയാണ് മുന്നോട്ട് പോയത്. അതിനോടൊപ്പം തന്നെ ഈ പലവിധ വിഷയങ്ങളിൽ, അത് ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നാലും സംസ്ഥാനത്തിന് മേൽ കേന്ദ്രം നടപ്പാക്കിയ നിയന്ത്രണങ്ങളായാലും അപ്പോഴൊക്കെ പ്രതിപക്ഷം കോൺഗ്രസ് എന്തു നിലപാട് സ്വീകരിച്ചു എന്ന ഒരു ചോദ്യത്തിലൂടെ കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കാൻ, അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള ബഹുജന റാലികളിലും മുഖ്യമന്ത്രി അതേ നിലപാടാണ് സ്വീകരിച്ചു പോന്നിരുന്നത്. പക്ഷേ അതേസമയം സംസ്ഥാനത്ത് ഈ മാസപ്പടി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, അത് കേന്ദ്ര ഏജൻസികളുടെ ലാൻഡിംഗ്, അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധി മൂലം ശമ്പളം മുടങ്ങിയൊരു സാഹചര്യം, പെൻഷൻ മുടങ്ങിയൊരു സാഹചര്യം, സിദ്ധാർത്ഥന്റെ മരണം, അതിൽ SFIയുടെ ഇടതുപക്ഷത്തെ CPM-നെ പ്രതിരോധത്തിലാക്കിയ രാഷ്ട്രീയ അന്തരീക്ഷം, അതിനെക്കുറിച്ചൊന്നും കൃത്യമായി പ്രതികരിക്കാനോ മറുപടി പറയാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല. അതിലെല്ലാം മൗനം ഭുജിച്ചാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോയത്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ ഈ പ്രചരണരംഗം കൂടുതൽ കൊഴുക്കും. പ്രതിപക്ഷം ഇതിനെ മറു വാക്കുകളുമായി രംഗത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും ഇനിയുള്ള വേദികളിൽ ഈ പറഞ്ഞതുപോലെ ആരോപണ പ്രത്യാരോപണങ്ങളും പുതിയ വിഷയങ്ങളുമൊക്കെ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്ത് ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ഒരുപക്ഷെ അതിനേക്കാൾ ഹൈ വോൾട്ടേജിലേക്ക് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം മാറുന്ന ദിനങ്ങളാണ്, മണിക്കൂറുകളാണ് ഇനി വരാനിരിക്കുന്നത്. ബിനിൽ, ഉറപ്പായിട്ടും അതിൻ്റെ സൂചനകളാണ് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് എന്നാണ് അൽ അമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്.